Question paper revision. Chapter 5 Laws of Motion Part 2. 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചത് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആവശ്യം ചോദിച്ചത്. The rate of change of total momentum of a system of many particle system is proportional to the dash on the system. അപ്പോൾ ഒരു മെനി പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ കുറെ പാർട്ടിക്കിൾ ഒരു സിസ്റ്റത്തിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണലാണ്? രണ്ട് ചോയ്സ് തന്നിട്ടുണ്ട്. ചോയ്സുകൾ ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഫോഴ്സ്, അതുപോലെ തന്നെ സം ഓഫ് ഇന്റേണൽ ഫോഴ്സ്. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എക്സ്റ്റേണൽ ഫോഴ്സിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആൻസർ ഏതാണ്? എക്സ്റ്റേണൽ ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫോൾ ഫോർവേഡ്സ്. ഒരാള് സ്ലോ മൂവിംഗ് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന സമയത്ത് എന്തെങ്കിലും മുന്നിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. അതിനുള്ള ദിസ് ഈസ് ഡ്യൂ ടു ഡാഷ്. എന്തിന് എക്സാമ്പിൾ ആണത്? ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത്, വിച്ച് ന്യൂട്ടൺസ് ലോ ഗീവ്സ് ദ എബോവ് കൺസെപ്റ്റ്, സ്റ്റേറ്റ് ദ ലോ. ഇത് ന്യൂട്ടന്റെ ഏത് ലോയിൽ നിന്നാണ് ഇനേർഷ്യ വരുന്നത്? നമുക്കറിയാം ഏത് ലോയിൽ നിന്നാണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നിന്നാണ്. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് ലോയുടെ. The law states that every body continues in its state of rest or uniform motion unless acted upon by an external force. നമുക്കറിയുന്ന കാര്യമാണ്. What is the net force acting on the book at rest on the table? അപ്പോൾ ഒരു ബുക്കിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ്, അത് ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0. അടുത്തത്, to reduce friction and accident by skidding, the roads are banked at curves. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? റോഡ് ബാങ്ക് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ? ആക്സിഡന്റും അതുപോലെ തന്നെ സ്കിഡിങ്ങും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. What is mean by banking of roads? എന്താണ് banking of roads? ആൻസർ ഇതാണ്. In curved roads, to avoid skidding, the outer part is little raised above the inner one. കർവ്ഡ് റോഡുകളിൽ സ്കിഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ പാർട്ട് കുറച്ച് ഉയർത്തിയിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. സ്കെച്ച് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ ആൻഡ് മാർക്ക് വേരിയസ് ഫോഴ്സസ്. അപ്പൊ ഈ ബാങ്ക്ഡ് റോഡിലെ വിത്ത് ഫ്രിക്ഷൻ ഉള്ള ഒരു ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ഡിറൈവ് ചെയ്യണം? ഡിറൈവ് an expression for maximum safe speed of the vehicle on a banked road with friction. അപ്പൊ ഫ്രിക്ഷനും കൂടി ഉണ്ടാവുമ്പോൾ ആ മാക്സിമം സ്പീഡിനുള്ള ഡെറിവേഷൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ ഡെറിവേഷൻ. നമുക്ക് ഇവിടെ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നമ്മൾ അറിയാം ഇത് നോർമൽ റിയാക്ഷൻ R ആണ്. അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, R cos θ, R sin θ. ഇത് Fs ആണ്, അതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, Fs cos θ, അതുപോലെ തന്നെ Fs sin θ. ഇവിടെ താഴത്തേക്ക് എന്തുകൂടി ഉണ്ടായിരിക്കും? Mg ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ Mg പ്ലസ് Fs cos θ ഉണ്ടായിരിക്കും. ഇവിടെ R sin θ പ്ലസ് Fs cos θ ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം R sin θ പ്ലസ് Fs cos θ എന്തിന് ഈക്വൽ ആണ്? സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അതാണ് mv²/r. അതുപോലെ തന്നെ ഇതിൽ R cos θ എന്തിന് ഈക്വൽ ആയിരിക്കും? Mg പ്ലസ് Fs sin θ ഈക്വൽ ആയിരിക്കും. അപ്പൊ R cos θ മൈനസ് Fs sin θ എന്തിന് ഈക്വൽ ആയിരിക്കും? Mgക്ക്. അപ്പൊ അത് നമ്മൾ എഴുതി R cos θ മൈനസ് Fs sin θ ഈസ് ഈക്വൽ ടു Mg. ഇനി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് m ക്യാൻസൽ ചെയ്തു, റൈറ്റ് സൈഡിൽ v²/rg വന്നു. ഇനി എല്ലാറ്റിനെയും നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? R cos θ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്. നമുക്കറിയാം ഈ ഓരോ ടേമിനെ ഇതിനെ R cos θ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി എന്ന് പറഞ്ഞാൽ R sin θ ബൈ R cos θ ആണ് വരിക. R ക്യാൻസൽ ചെയ്യുന്നു, sin θ ബൈ cos θ tan θ. ഇനി Fs cos θ നെ R cos θ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ cos θ ക്യാൻസൽ ചെയ്യും, Fs ബൈ R അതെന്താണ്? µs ആണ്. ഇവിടെ അതെ R cos θ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി, അത് അതുപോലെ എഴുതി, മൈനസ് Fs sin θ ബൈ R cos θ. അപ്പൊ Fs ബൈ R µs, sin θ ബൈ cos θ tan θ. ഇങ്ങനെയാണ് ഈ വാല്യൂ കിട്ടിയത്. ഡിവൈഡ് ഈസ് ഈക്വൽ ടു v²/rg. ഇതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. വിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ rg നേരം ഇവിടെ മുകളിലേക്ക് വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് v is equal to root of rg into tan θ plus µs divided by 1 minus µs tan θ. 2018 മാർച്ച് 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വെൻ എ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം ഇറ്റ്. നമ്മൾ
റീകോയിൽ ഓഫ് ഗൺ പറഞ്ഞു, അതാണ് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിലെ താഴെ കൊടുത്തതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒന്നാമത്തെ നോക്കുക. ദ മൂവ്മെന്റം ഓഫ് ദി ഗൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഷോട്ട്. ഗണ്ണിന്റെയും ഷോട്ടിന്റെയും ഗണ്ണിന്റെ മൂവ്മെന്റം ഗ്രേറ്റർ ആയിരിക്കും. നമുക്കറിയാം ഈക്വൽ ആണ് രണ്ടിന്റെയും മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ തെറ്റാണ്. രണ്ടാമത്തെ നോക്കുക, മൂവ്മെന്റ് അക്യൂർഡ് ബൈ ദ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. മൂവ്മെന്റത്തിന് നമുക്കറിയാം സെയിം മാഗ്നിറ്റ്യൂഡ് ആണല്ലോ. അപ്പൊ രണ്ടാമത്തെയാണ് ശരി, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ മൂന്നാമത്തെ ഒന്നുകൂടി വായിക്കുന്നു. ഗൺ ആൻഡ് ഷോട്ട് അക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും ഗണ്ണിന്റെയും ഷോട്ടിന്റെയും, അതും തെറ്റാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ചോയ്സ് ഏതാ വരുന്നത്? രണ്ടാമത്തെയാണ്. മൂവ്മെന്റം അക്വയർഡ് ബൈ ദ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. അടുത്തത്, എ ഷെൽ ഓഫ് മാസ് 0.020 കിലോഗ്രാം ഈസ് ഫയർഡ് ബൈ എ ഗൺ ഓഫ് മാസ് 100 കിലോഗ്രാം. അപ്പൊ ഷെല്ലിന്റെ, അതായത് ബുള്ളറ്റിന്റെ മാസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗണ്ണിന്റെ മാസ് വന്നിട്ടുണ്ട്. ദ മസിൽ സ്പീഡ് ഓഫ് ദി ഷെല്ല്, അതായത് ഷെല്ലിന്റെ, അതായത് ബുള്ളറ്റിന്റെ വെലോസിറ്റി വന്നിട്ടുണ്ട് 80 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി എന്തായിരിക്കുന്നു? ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല അറിയാം. ക്യാപിറ്റൽ V is equal to -mv/m. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് സ്മോൾ m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബുള്ളറ്റ് ആണ്, അത് ഇവിടെ തന്നിട്ടുണ്ട് 0.020 ഇൻറ്റു V വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആണ് 80 ഡിവൈഡഡ് ബൈ ഏത് വരുന്നുണ്ട്? 100. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.016 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് സൈന് കാണാനുള്ള കാരണം അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. അടുത്തത്, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സസ്? കൺകറന്റ് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതിന്റെ എന്ത് 0 ആയാൽ മതി? റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയാൽ മതി. ഇഫ് റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 0, ദ കൺകറന്റ് ഫോഴ്സസ് ആർ സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അടുത്തത്, എ മാസ് ഓഫ് 6 കിലോഗ്രാം ഈസ് സസ്പെൻഡഡ് ബൈ എ റോപ്പ് ഓഫ് ലെങ്ത് 2 മീറ്റർ ഫ്രം ദി സീലിംഗ്. ഇപ്പൊ 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ വെയിറ്റ് 60 കിലോഗ്രാം ആണ്. 6 കിലോഗ്രാം ആണ്. 60 ന്യൂട്ടൺ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്? ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് അപ്ലൈഡ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി റോപ്പ്. ഈ റോപ്പിന്റെ മിഡ് പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്താണ്? വാട്ട് ഈസ് ദ ആംഗിൾ ദ റോപ്പ് മേക്സ് വിത്ത് ദ വെർട്ടിക്കൽ ഇൻ ഇക്വിലിബ്രിയം? ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ പിന്നെ ഈ വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് ഈ റോപ്പ് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? അതിൽ ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെഗ്ലക്ട് ദ മാസ് ഓഫ് ദി റോപ്പ്. റോപ്പിന്റെ മാസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഫിഗർ. നമ്മൾ അതിനെ ഒന്ന് റീഡ്രോ ചെയ്യുന്നു. റീഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കാം, ഇതാണ് T1. T1നെ നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. T1 കോസ് തീറ്റ, അതുപോലെ തന്നെ T1 സൈൻ തീറ്റ. ഇവിടെ 50 ന്യൂട്ടൺ ഫിഗറിൽ തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 60 ന്യൂട്ടണും ഫിഗറിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ T1 സൈൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 50ക്ക് ഈക്വൽ ആയിരിക്കും. T1 കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? 60ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ വാല്യൂസ് നമ്മൾ എഴുതുന്നു. T1 സൈൻ തീറ്റ 50 is equal to 50. അതുപോലെ തന്നെ T1 cos theta is equal to 60. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. T1 sin theta by T1 cos theta is equal to 50 by 60. T1 cancel ചെയ്യും. sin theta by cos theta tan theta ആണ്. അപ്പൊ നമുക്ക് tan theta is equal to 0.83. ഇതിൽ നിന്ന് നമുക്ക് തീറ്റയുടെ വാല്യൂ കാണാം. theta is equal to tan inverse 0.83. കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 39.8 ഡിഗ്രി. അടുത്തത്, what will be the angle made by the rope with the vertical if its length is doubled? ആ ലെങ്ത് 2 മീറ്റർ എന്നാ തന്നിരുന്നത്, അത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ആംഗിളിൽ എന്ത് മാറ്റാണെന്ന് വരികയാണ്. അപ്പൊ ആംഗിളിൽ യാതൊരു മാറ്റവും വരുന്നില്ല. നോ ചേഞ്ച് ഇൻ ദ ആംഗിൾ. കാരണം അവിടെ ലെങ്ത്തിന് പ്രാധാന്യമൊന്നുമില്ല. തീറ്റയുടെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും? 39.8 ഡിഗ്രി തന്നെ ആയിരിക്കും. അടുത്തത്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്ത് ഫ്രിക്ഷൻ. നമ്മൾ ഒരു പ്രാവശ്യം ഡിറൈവ് ചെയ്താണ് ബാങ്ക്ഡ് റോഡിലെ ഡെറിവേഷൻസ്. ഇപ്പൊ ഫിഗർ സെയിം തന്നെയാണ് ഫിഗർ വരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം r സൈൻ തീറ്റ പ്ലസ് fs കോസ് തീറ്റ എന്തിന് ഈക്വൽ ആണ്? mv² ബൈ r ന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ r കോസ് തീറ്റ എന്തിന് ഈക്വൽ ആണ്?
എഫ് എസ് ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എം ജിക്ക് ഈക്വൽ ആണ്. ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. എം എം ക്യാൻസൽ ചെയ്തു. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി. ഇനി എല്ലാറ്റിനെയും എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? ആർ കോസ് തീറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടി? ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. അതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ കിട്ടി. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഈ എഫിന്റെ വാല്യൂ ഒഴിവാക്കാം. അപ്പൊ എന്ത് ചെയ്തു പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റയും അതുപോലെ തന്നെ എഫ് എസ് സൈൻ തീറ്റയും നമുക്ക് പോവും. അപ്പൊ ഇവിടെ മ്യൂ എസിന്റെ വാല്യൂ നമ്മൾ ഒഴിവാക്കിയാൽ മതി. മ്യൂ എസ് ഒഴിവായി. ഇവിടെ അതെ മ്യൂ എസ് ടാൻ തീറ്റ നമുക്ക് ഒഴിവായി. അപ്പൊ എന്താണ്? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റയാണ് നമുക്ക് ആൻസർ വരിക. ഇത് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, ഫ്രിക്ഷൻ ഇല്ലാതെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്.